ഇവനെ കണ്ടല്ല സ്പോട്ടിൽ തട്ടിക്കളയണം. എന്താണെന്ന് വെച്ചാൽ ഇമാതിരി കൂട്ടത്തിൽ നടന്ന സ്വന്തം പാർട്ടിക്കാരനെ തന്നെയാണ് തല്ലിക്കൊന്നേക്കുന്നത്. അത് 3 ദിവസത്തോളം ആഹാരം പോലും കൊടുക്കാതെ അതിക്രൂരമായിട്ട്. അപ്പോൾ ഇവൻ്റെയൊക്കെ മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ എന്തോ എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് തന്നെയാണ്. ഈ പാർട്ടിയിൽ നിന്നൊക്കെ ഇവന്മാരെ എപ്പോഴേ പുറത്താക്കണം. കാരണം സ്വന്തം പാർട്ടിക്കാരെ തന്നെ നേതാക്കന്മാരുടെ മക്കളെ പോലും ഇവന്മാർ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇങ്ങനെ കൂട്ടത്തിൽ നടന്ന ഒരുത്തനെ തന്നെ കൂട്ടത്തിൽ തന്നെ കുറേമാർ ഇതേപോലെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടം കൂടി നടക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്നിച്ച് കുറച്ച് പേര് കൂടിയിട്ട് ഒരുത്തനെ ഒറ്റയ്ക്കാക്കി മർദ്ദിക്കുകയും ആ ഒരു ഗ്യാപ്പ് ഇട്ട് നിർത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളമാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ആ കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിഞ്ഞ് മാറി പോകേണ്ടതാണ്. അതേപോലെ ഇവന്മാർക്കൊക്കെ മാനസിക രോഗമാണ്. കള്ള് കഞ്ചാവൊക്കെ എന്ന് പറയുന്നതൊക്കെ ചുമ്മാതാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സ്വബോധത്തിൽ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ ഇപ്പോൾ അവസാനം എനിക്ക് ഒന്ന് പറഞ്ഞു വരുന്നത് ഇവന്മാർക്ക് മാനസിക രോഗമാണെന്ന് ആവും. മിക്ക വാർത്തകൾ നമ്മൾ നോക്കിയാലും അവസാനം കൊണ്ടുവെക്കും ഇവന്മാർക്ക് മാനസിക രോഗം. ഈ മാനസിക രോഗികൾക്ക് ശരിക്ക് തൊലി അരപ്പിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മാനസിക രോഗികൾക്ക് ഇതേപോലെ ചെയ്യാനെ കൊണ്ടുള്ള ഒരു പേടി വരും. മാനസിക രോഗിയെന്ന് പറഞ്ഞാൽ ഇവന്മാരെ തള്ളിക്കഴിഞ്ഞാൽ ഇവന്മാർ പിന്നെ ഇതേ പരിപാടി തന്നെ കാണിക്കും. അപ്പം ഇങ്ങനെയുള്ള മാനസിക രോഗികളെ പിടിച്ച് ശരിക്ക് തൊലി അരപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നല്ല തക്കതായ ശിക്ഷ തന്നെ മാക്സിമം കൊടുക്കണം. എന്നാലേ അടുത്തൊരു മാനസിക രോഗിക്ക് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ തോന്നുള്ളൂ. ഇതിപ്പം ഇങ്ങനെയുള്ളവന്മാരെ പേടിച്ച് പിള്ളേരെ ഒന്നും പഠിപ്പിക്കാനും വെളിയിലോട്ടൊന്നും ഇറക്കണ്ടല്ല. ഇങ്ങനെ റൗഡിസം പാർട്ടിയിൽ നിന്നൊക്കെ ഇവന്മാരെ മാക്സിമം ഒഴിവാക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ ഈ പ്രായത്തിൽ ഇങ്ങനെയാണെങ്കിൽ ഇച്ചിലൂടെ മുറ്റി കഴിയുമ്പോഴത്തേക്ക് എന്തുമായിരിക്കും. അപ്പം നിങ്ങൾ